നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 664th day. Today 23rd sloka of Pradhama Skandha 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 664 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. അഹം പുരാതീത ഭവേ ഭവം മുനി, ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം, നിരൂപിതോ ബാലക ഏവ യോഗിനാം, ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. ഓം തത്സത്. അഹം പുരാതീത ഭവേ ഭവം മുനി, ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം, നിരൂപിതോ ബാലക ഏവ യോഗിനാം, ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അഹം പുരാ അതീത ഭവേ അഭവം മുനി, ദാസ്യ അസ്തു കസ്യാശ്ചന വേദവാദിനാം, നിരൂപിതോ ബാലക ഏവ യോഗിനാം, ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. അതായത് അഹം ഞാൻ, പുരാതീത പുരാ പഴയ കഴിഞ്ഞ കൽപ്പത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ, അതീത ഭവേ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ, പുരാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൽപ്പത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ പൂർവ്വജന്മത്തിൽ അഭവം ഭവിച്ചു ഉണ്ടായി. അല്ലയോ മുനി, ഹേ മുനി, ദാസ്യാസ്തു കസ്യാശ്ചന ദാസ്യ, അതായത് ഒരു ദാസിയിൽ നിന്നും, വേദങ്ങൾ പറയുന്ന വേദങ്ങളൊക്കെ അഭ്യസിക്കുന്ന മുനിമാരുടെ വേദവാദികളുടെ ഒരു ദാസിയിൽ നിന്നും ഞാൻ പൂർവ്വജന്മത്തിൽ ഭവിച്ചു ഉണ്ടായി. നിരൂപിതോ ബാലക, നിരൂപിതൻ നിയുക്തനായി ബാലകനായിട്ടുള്ള എന്നെ, ഏവ യോഗിന കുറച്ച് യോഗികൾ, ശുശ്രൂഷിക്കുവാൻ വേണ്ടി, പ്രാവൃഷി മഴക്കാലം, നിർവിവക്ഷതാം എന്ന് പറഞ്ഞാൽ ഏകത്ര വസിപ്പിക്കുന്നു. അതായത് ഈ മഴക്കാലത്തിൽ 4 മാസം ചാതുർമാസ്യ വ്രതം എന്ന് പറഞ്ഞിട്ട് യോഗിമാരൊക്കെ ഒരു സ്ഥലത്ത് തന്നെ താമസിച്ച്, അല്ലെങ്കിൽ യോഗിമാരൊക്കെ എപ്പോഴും സഞ്ചരിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ 4 മാസം അവർ എവിടെയും സഞ്ചരിക്കാതെ ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് പൂജകളും മറ്റും ചെയ്യും. അങ്ങനെയുള്ള ആ 4 മാസക്കാലത്ത് ആ വന്നിട്ടുള്ള ആ യോഗിമാരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞാൻ നിയുക്തനായി. നാരദർ തൻ്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. സത്സംഗം നിമിത്തം നാരദർക്കുണ്ടായ ആ ഗുണങ്ങളും മറ്റും വർണ്ണിക്കുകയാണ് വ്യാസരോട്. കഴിഞ്ഞ ജന്മത്തിൽ പൂർവ്വജന്മത്തിൽ ഞാൻ ഒരു ദാസിയുടെ, യോഗിമാരുടെ ദാസി, വേദങ്ങളൊക്കെ അഭ്യസിക്കുന്നവരുടെ ദാസിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. ആ ജന്മത്തിൽ ചാതുർമാസ്യ വ്രതം ചെയ്യാൻ വേണ്ടി വർഷകാലത്ത് ചാതുർമാസ്യ വ്രതം ചെയ്യാൻ വന്നിരിക്കുന്ന യോഗികളുടെ ശുശ്രൂഷയ്ക്കായിക്കൊണ്ട് ബാലകനായ എന്നെ അവർ നിയുക്തിച്ചു. അതായത് നിയുക്തനായി, ഞാൻ അതിനായി എന്നെ ശുശ്രൂഷിപ്പാനായി അവരെന്നെ നിശ്ചയിച്ചു. അവരെ ശുശ്രൂഷിക്കേണ്ട ചുമതല എനിക്ക് വന്നു ചേർന്നു. ബാലകനായ ശ്രീനാരദർക്ക് കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയൊരു ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗം വന്നു എന്ന് പറയുകയാണ്. തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് വ്യാസമഹർഷിക്ക് നാരദർ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി.
അഹം പുരാതീത ഭവേ ഭവം മുനെ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.